ഇതാണ് കിരിയാൻ. ഈ മീൻ കിരിയാൻ എന്ന് എന്താണ് പേര് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ആലപ്പുഴ സൈഡിലോട്ടൊക്കെ ഈ മീനെ വിളിക്കുന്നത് കിരിയാൻ എന്നാണ്. മറ്റുള്ള സ്ഥലത്ത് എന്താണ് ഈ മീനിൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല. അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ മീൻ വാങ്ങിക്കുന്നത്. അപ്പോൾ കൊണ്ടുവന്നതിൽ ഭേദം ഈ ഒരു മീനാണ് എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു കിരിയാൻ വാങ്ങിച്ചത്. വേറെ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അത്ര ഫ്രഷായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഇത് കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നി, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ വെട്ടാനും ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമുള്ള മീനാണല്ലോ. അപ്പോൾ എറണാകുളത്തൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് മീൻ വെട്ടി തന്നെയാണ് കടയിൽ നിന്ന് വാങ്ങിക്കാറ്. നമ്മൾ പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് കറി വെച്ചാൽ മാത്രം മതി. പക്ഷേ ഇവിടെ അങ്ങനെ കിട്ടത്തില്ലല്ലോ. അപ്പം മീൻ വെട്ടുന്ന കാര്യമൊക്കെ എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്, എങ്കിലും അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം മീൻ എല്ലാം വെട്ടി ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അതെല്ലാം കൂടി അരിഞ്ഞ് ചതച്ചെടുക്കണം കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു തേങ്ങ അരച്ച് കറി വെക്കാമെന്ന്. പക്ഷേ ഇവിടെ വീട്ടിലെല്ലാവർക്കും മുളകിട്ട് കറി വെക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ മുളക് കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളെല്ലാം ഞാൻ വേഗം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മസാല ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വഴറ്റി മസാല ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ട് ഈ ഒരു പച്ചമണമൊക്കെ മാറി എണ്ണ നന്നായിട്ട് തെളിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ അമ്മ ചെയ്യുന്ന കണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. ഇത് പണ്ട് കേട്ടോ, ഇപ്പോഴൊന്നും അല്ല. പണ്ടൊക്കെ അമ്മ നമ്മുടെ വീടിനടുത്തൊക്കെ കല്യാണങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അമ്മയാണ് വിളിക്കാറ്. പൈസയ്ക്കൊന്നുമല്ല കേട്ടോ, അയൽ സ്നേഹം. അങ്ങനെ വെച്ചിട്ട് പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. തലേ ദിവസം പോയി വലിയ മീനൊക്കെ ആയിരിക്കും കറി വെച്ച് വെക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ അടുത്തിരുന്ന് കണ്ടിട്ടുള്ളതാണ് ഈ മീൻ കറി വെക്കൽ. അപ്പം മീൻ മുളകിട്ട് വെക്കുന്നതാണ് എനിക്കും വളരെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ വരട്ടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടംപുളി ഇട്ട് വെക്കും. നമ്മൾ കുടംപുളി ഇട്ടിട്ടാണ് നമ്മൾ മീൻ കറി വെക്കാറ്. അപ്പോൾ കുടംപുളിയൊക്കെ ഇട്ട് കൊടുത്തു. അത് തിളച്ചതിന് ശേഷം നമ്മൾ മീൻ കഷ്ണം ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് സാധാരണ നമ്മൾ മീൻ കറി വെക്കാറ്. പല സ്ഥലത്തും പല രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. ചിലരൊക്കെ തക്കാളി ഇട്ട് കറി വെക്കാറുണ്ട്. നമുക്ക് പക്ഷേ ഇവിടെ മസ്റ്റായിട്ടും കുടംപുളി തന്നെ വേണം. മീൻ കറി വെക്കണമെങ്കിൽ അത് കുടംപുളി ഇട്ട് തന്നെ കറി വെക്കണം. പിന്നെ മാങ്ങ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും മാങ്ങ ഇട്ട് കറി വെക്കാറുണ്ട്. കുറച്ച് മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമുക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മസാലയും കുരുമുളകും എല്ലാം കൂടി ചേർത്ത് പുരട്ടി വെക്കാം. ഇത് ഒരു 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻ വറുക്കുന്നത് ഇപ്പോഴത്തേക്ക് വേണ്ട, എനിക്ക് വൈകിട്ടത്തേക്ക് മതി. അതുകൊണ്ട് ഇപ്പോഴേ പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ 2-3 ദിവസം ഇവിടെ മഴയും വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ മഴയെല്ലാം മാറി വെള്ളമെല്ലാം ഇറങ്ങി ആകാശം നന്നായിട്ട് ചിരിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ് കേട്ടോ. ഈ നല്ല വെയിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നാണ്. കുറേ ദിവസം തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഞാൻ അതെല്ലാം വാഷ് ചെയ്തിട്ടു. കാരണം ഇനി എങ്ങാനും മഴ പെയ്തു പോയാലോ എന്ന് കരുതിയിട്ട് തുണികളൊക്കെ നേരത്തെ തന്നെ കഴുകി വിരിച്ചിട്ടുണ്ട്. ഒരു ദിവസം അവധിയെടുത്ത് നിന്നാൽ വൈകുന്നേരം വരെയും പണിയായിരിക്കും. അതാണ് പ്രശ്നം. രാവിലെ പിന്നെ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് മുന്നേ എൻ്റെ ജോലികളെല്ലാം തീരും. പക്ഷേ വീട്ടിൽ നിൽക്കുന്ന ദിവസം ഫുൾ പണിയായിരിക്കും. അപ്പം മീൻകറി ആകുമ്പോഴത്തേക്ക് ഇനി മോര് കാച്ചാനുണ്ട്. അധികം കറികളൊന്നുമില്ല കേട്ടോ, 1-2 കറികൾ എല്ലാ ദിവസവും അങ്ങനെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ജോലിക്ക് പോകുന്ന ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ എന്തെങ്കിലും തോരൻ അങ്ങനെയൊക്കെ കാണും. ഇവിടെ എന്ത് തോരൻ വെച്ചിരുന്നാലും ഈ പിള്ളേർ കഴിക്കത്തില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ 2 പേരും മാത്രം ഇരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് ഞാനതുകൊണ്ട് വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. മീൻകറിയും മോര് കാച്ചിയതും മാത്രം മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ മോര് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഉറയൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ കുറച്ച് പാലെടുത്തിട്ട് ഉറയൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മോരിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ 2 ദിവസത്തേക്കുള്ളതുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മോര് കാച്ചാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് തേങ്ങ വേണം. നോക്കുമ്പോൾ തേങ്ങയില്ല. അപ്പോൾ നമുക്ക് വെള്ളപ്പൊക്കത്തിന് നമുക്ക് 2 തേങ്ങ ഒഴുകി വന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലൊന്നെടുത്ത് പൊതിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 8 വർഷത്തിന് ശേഷം ഞാൻ ഇന്നാണ് കേട്ടോ തേങ്ങ പൊതിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കടയിൽ നിന്ന് തേങ്ങ പൊതിച്ചത് നമ്മൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തേങ്ങ കിട്ടിയപ്പോൾ അതൊന്ന് പൊതിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെട്ടുകത്തി വെച്ചിട്ട് പൊതിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പം പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്നൊരു ജോലിയാണ്. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു നാട്ടുമ്പുറത്തെ ലൈഫാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. സിറ്റിയിലെ ലൈഫും ഇവിടുത്തെ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് അതേ മീൻകറി ആയിട്ടുണ്ട്, മോര് കാച്ചിയതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു കഴിഞ്ഞത്. അപ്പോൾ ചോറിന് ഞാൻ അരി ഇവിടെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കൊന്ന് നിവർത്തി വെക്കണം.